വിളിച്ചിട്ടും സ്നേഹിതന്മാർ വിളിച്ചിട്ടും അവൻ പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ കണ്ടിട്ടും അവൻ ഹല്ലേലൂയ എഴുന്നേൽക്കുവാൻ കഴിയാതെ മരവിച്ച് വിറങ്ങലിച്ച് ഇരുന്ന ഒരു മനുഷ്യൻ, തൊട്ടപ്പോൾ ശരീരമൊക്കെ അയസ് പോലെ തോന്നിയ ഒരു മനുഷ്യൻ, അവന്റെ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ ചാച്ചക്കാരുടെയോ ആരുടെയും ശബ്ദം കേൾക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ കർണപുടത്തെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ അടുക്കൽ വന്നിട്ട് യേശുവിന്റെ ശബ്ദം നോക്കി, ബാല്യക്കാര എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്നവരൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് നേരത്തെ വിളിച്ചു, ആ മാതാവ് വിളിക്കുന്നുണ്ട്, ആ മാതാവിന്റെ ശബ്ദം പോലും കേൾക്കാത്ത ആ ബാല്യക്കാരൻ അവൻ മൃതനാണ്, ചെവി കേൾക്കത്തില്ല, കാണത്തില്ല, ശ്വാസമില്ല, ശരീരമൊക്കെ അവൻ മരവിച്ചിരിക്കുകയാണ്. അവന്റെ അടുക്ക് വന്ന് നീ പൊട്ടന്റെ മുമ്പിൽ ചങ്കുന്നത് പോലെ ആക്കി പോകത്തില്ലേ? പക്ഷേ ആ വിചാരങ്ങളോടുകൂടി പറഞ്ഞവർ, ആ വിചാരങ്ങളോടുകൂടി ചിന്തിച്ചവർ കണ്ടു നിൽക്കെ ബാല്യക്കാരനോട് എഴിക്ക എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ കേട്ട ശബ്ദത്തിന് കാളപ്പുറമായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള അവൻ സകല സൃഷ്ടികളെയും അവൻ ഒഴിവാക്കിയവനായിരിക്കുന്ന എൻ്റെ കർത്താവിന്റെ ശബ്ദം അവന്റെ കർണപുടങ്ങളിൽ കേട്ടപ്പോൾ അവൻ എഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. അവൻ ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അവൻ എഴുന്നേൽക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ പ്രിയ പൈതലേ, എനിക്ക് എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അവൻ 9:30 വരെയാണ് എനിക്ക് സമയം തന്നിരിക്കുന്നത്. പ്രൈസ് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അവൻ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, അവൻ നിന്റെ കണ്ണുനീര് മതിയാക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഒരിക്കലും വിഘ്നം വരുത്തരുത്, നിന്റെ വിശ്വാസത്തിന് ഒരിക്കലും നീ ആമേൻ തടസ്സം ഉണ്ടാക്കരുത്. നിശ്ചയമായും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എൻ്റെ കർത്താവിന്റെ ശബ്ദം നിന്റെ കർണപുടങ്ങളിലേക്ക് ഒഴുകിയെത്തും. എഴുന്നേൽക്കുവാൻ പറയുന്ന, കരകണ്ട മകളെ എന്ന് പറയുന്ന മരണവും ജീവനും ഹല്ലേലൂയ ലോകത്തിൽ വാഴുമ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ മരണത്തെ ജയിച്ചെഴുന്നേറ്റ ജീവനെ തിരിച്ചെടുത്ത നമ്മുടെ കർത്താവായ അരുമനാഥൻ ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെ നോക്കി പറയുകയാണ്, കരയണ്ട, എഴുന്നേൽക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിന്, ദൈവത്തിന്റെ സ്നേഹം ഇന്ന് രാത്രിയിൽ അനുഭവിക്കേണ്ടതിന് നമുക്ക് ഇന്ന് രാത്രികാലം സമർപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഹല്ലേലൂയ ഇന്ന് അല്പനേരം 2 സെക്കൻഡ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ ഇന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന വ്യഥകൾ, ഞാൻ അനുഭവിക്കുന്ന ഭാരങ്ങൾ, ഒരു യുദ്ധസമാനമായ അനുഭവത്തിൽ ഞാൻ കടന്നു പോവുകയാണ്. കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ ആശ്വാസത്തിന്റെ ശബ്ദം ആ 21 മൈൽ താണ്ടി കർത്താവേ നീ നൈൻ പട്ടണത്തിലേക്ക് വന്നതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവേ നിന്റെ ശബ്ദം, നിന്റെ വചനം, നിന്റെ പ്രസൻസ് കർത്താവേ ഇന്ന് രാത്രിയിൽ എൻ്റെ കൂടാരത്തിലേക്കൊന്ന് വരണമേ. ക്രിസ്തയേശുവിൽ ഞങ്ങളെ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പാസ്റ്റർ ഹല്ലേലൂയ ആമേൻ സണ്ണിമത്തായി അവർക്കായി, കുടുംബത്തിനായി, ഈ ടീമിൻ്റെ എല്ലാ അംഗങ്ങൾക്കായി, ഇതിനകത്ത് ആമേൻ പ്രവർത്തിക്കുന്നവരെ, ഇതിനകത്തായിരിക്കുന്ന എല്ലാ ടീം മെമ്പേഴ്സിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ചെറിയ മെസ്സേജ് കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ആമേൻ എഴുന്നേൽക്കുവാൻ പറയുന്ന, ഒരു യാത്രയ്ക്ക് വേണ്ടി ആമേൻ ഒരുങ്ങുവാൻ പറയുന്ന, ഒരു സൗഖ്യത്തിന് വേണ്ടി ഇതിനെ എഴുന്നേൽപ്പിക്കുന്ന എൻ്റെ കർത്താവായ യേശുവിൻ്റെ ശബ്ദം ഓരോ കുടുംബങ്ങളിലും ഇറങ്ങിച്ചെല്ലട്ടെ, ഓരോ ഭവനങ്ങളും ഇറങ്ങിച്ചെല്ലട്ടെ. പലമുടകളെ ഓർത്തുകൊണ്ട് കരയുന്ന, വ്യാപലാതിപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഉറക്കമില്ലാതെ കരയുന്ന കുടുംബത്തിൽ ഒരു നല്ല ജയം ലഭിക്കുവാൻ വേണ്ടി കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് വിലപിക്കുന്ന, മക്കളുടെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ ഓർത്തുകൊണ്ട്, സഹോദരിമാരുടെ വിടുതലിന് വേണ്ടി